ഷഹാദത്ത് കലിമകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനോട് ചേർത്ത് പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മുടെ മുത്ത് മുസ്തഫയോടുള്ള സ്നേഹമാണ് അടുത്തത്. ആ സ്നേഹം നമ്മുടെ ഖൽബിലുണ്ടോ? മുത്ത് മുസ്തഫയായിരിക്കണം നമ്മുടെ റോൾ മോഡല്. ആ നബി പഠിപ്പിക്കാത്ത ഒന്ന് ഏത് ഹോജ ഇവിടെ എത്ര വന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ഉമ്മാ പെങ്ങളെ എന്നെ കിട്ടില്ലെന്ന് പറയാനുള്ള നട്ടെല്ലും ആർജവവും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? എങ്കിലേ വിജയിക്കുകയുള്ളൂ. മുത്ത് മുസ്തഫയോടുള്ള മഹബത്ത് എങ്ങനെയാ? അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ നമ്മൾ അംഗീകരിച്ചോളണം. നബി പഠിപ്പിച്ച ഹദീസുകളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് ഞാൻ സ്വീകരിച്ചോളാം, അല്ലാത്തത് ബുഖാരിയാവട്ടെ മുസ്ലിമാവട്ടെ ഞാൻ തോട്ടിലേക്ക് വലിച്ചെറിയും എന്ന് പറയുന്നവൻ മുസ്ലിമല്ല. കാരണം മുത്ത് മുസ്തഫ പഠിപ്പിച്ചത് മുഴുവനും സത്യമാണെന്ന് വിശ്വസിച്ചാലേ മുത്ത് മുസ്തഫയിലുള്ള വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ചത് എല്ലാം അംഗീകരിക്കണം, മുഴുവൻ സത്യമാണെന്ന് അംഗീകരിക്കണം. അവിടുത്തോട് നമ്മുടെ മാതാപിതാക്കളെക്കാളും അല്ല സ്വന്തം ശരീരത്തെക്കാളും നമുക്ക് സ്നേഹമുണ്ടാകണം. അവിടുത്തെ വാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പിന്തുണ കൊടുത്ത് പിൻപറ്റി ജീവിക്കണം. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ മറ്റൊരാളുടെ പേര് കേൾക്കും പോലെയല്ലല്ലോ. അല്ലാഹുവേ, മുത്തുനബിക്ക് നീ രക്ഷ നൽകണേ, മുത്തുനബിയോട് നീ ഗുണം ചെയ്യണേ എന്നർത്ഥം വരുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അച്ചൊല്ലിയ മനുഷ്യന് അള്ളാഹു 10 ഗുണം പകരം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം